ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് വി ശിവൻകുട്ടി. മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. ആര്യയെ കാറിൽ കയറ്റിയപ്പോൾ സ്ത്രീകൾ പോലും എതിർത്തു. அப்ப நான் பொட்டனா இத்தனையும் நான் செய்து கொண்டிருக்கேன். நான் பொட்டனா പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടിയുടെ വിമർശനം. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നൊക്കെ സഹിക്കണം. നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നേരത്തെ കോർപ്പറേഷൻ തോൽവിക്ക് കാരണം മേയറാണെന്നുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കും കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനം ഉയർത്തുന്നു. അത് ഉയർത്തുന്നത് ശിവൻകുട്ടിയാണ്. ഇനിയിപ്പോ എന്നാടാ ചെയ്യാ? ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. ആര്യ രാജേന്ദ്രനെ വാഹനത്തിൽ തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റിയപ്പോൾ പോലും, തെരഞ്ഞെടുപ്പ് സമയത്ത് കയറ്റിയപ്പോൾ പോലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം അത് പ്രതികൂലമായൊരു പ്രതികരണമായിരുന്നു. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ. വിരോധമുള്ളവരെ കള്ളക്കേസിൽ പിടിച്ച് കുഞ്ചിർത്തിടിച്ച് ചോര തുപ്പിച്ച നല്ല കാലിന് തിരിച്ചു വരുമോ? കാർ തുപ്പുന്ന തരത്തിലായിരുന്നു സ്ത്രീകളുടെ പല ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പോലും വന്നതെന്നായിരുന്നു വി ശിവൻകുട്ടി ഇന്നത്തെ യോഗത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്നടിയായി പോയില്ലേ. എന്തായാലും ആര്യ രാജേന്ദ്രനെ ഇത്തരത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ വി ശിവൻകുട്ടി കടുത്ത നിലപാട് പ്രകടിപ്പിച്ചും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. കോടതി, ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല.